ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കാൻ പോകുന്നത് ബൗ എന്നുള്ള ആ വാക്കിൻ്റെ ഇതിൽ നിന്നുകൊണ്ടാണ് വിടുവിച്ച് നടത്തുന്ന ദൈവം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മെ ദൈവം വിടുവിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിടുവിക്കപ്പെടാതെ കെട്ടപ്പെട്ട ഒരവസ്ഥയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, സ്വയമേ കെട്ടിയ കെട്ടുകളെ അഴിക്കുവാനായിട്ട് അവനവനെ കഴിയത്തുള്ളൂ. എന്നാൽ സാത്താനാൽ ബന്ധിക്കപ്പെട്ട കെട്ടുകളെ അഴിക്കുവാൻ ദൈവപുത്രൻ അതിനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. സ്വയം നമ്മൾ കെട്ടിവെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആയിത്തീരുള്ളൂ, എൻ്റെ പ്രവൃത്തി ഇത് തന്നെയാണ് എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നടപ്പ് നല്ല നടപ്പല്ല കേട്ടോ. കാരണം അത് ഒരു നിമിഷം ഈ സങ്കീർത്തനത്തിൻ്റെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് അത് തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മനോഭാവം, അതാണ് ആ കെട്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മനോഭാവം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്, എന്നെ ആരും നന്നാക്കണ്ട, ഞാൻ നന്നാവില്ല എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അത് നമ്മൾ സ്വയം ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കെട്ടാണ്. ആ കെട്ടിനെ നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കണം. കാരണം നമ്മൾ എല്ലാവരും ഒന്നാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ചിന്ത ദൈവം തന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ആ വിഷയത്തിന് വേണ്ടി ചിന്തിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ 45-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, അതായത് വേദപുസ്തകത്തെ നമ്മൾ ആരായുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വിശാലതയിലാണ് നമ്മളെ നടത്തുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഞെരുക്കമില്ല, നമുക്ക് ഭാരമില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നാം സന്തോഷമായിട്ട് നടക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് പ്രത്യാശ എവിടെ നിന്നാണ് വരുന്നത്? ഈ വേദപുസ്തകത്തിൻ്റെ അകത്ത് നിന്നാണ് വരുന്നത്. കാരണം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഒബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇരുന്നപ്പോൾ അവനും അവൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. ഈ പെട്ടകം എത്ര ദിവസമാണ് ഇരുന്നത് അവൻ്റെ വീട്ടിൽ? കാരണം 3 മാസമേ ഇരുന്നിട്ടുള്ളൂ. ഈ 3 മാസവും അവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ആർക്കാണ് അസൂയ തോന്നിയത്? ദാവീദിന്. അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് വരാനായിട്ട്. ഇതുപോലെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്ന ഈ വേദപുസ്തകം, അതാണ് നമ്മുടെ നിയമപ്പെട്ട, അതായത് നിയമം ദൈവം തന്നിരിക്കുന്ന. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ മടക്കി വെക്കാതെ നമ്മൾ ദിനംപ്രതി അതിനെ ആരാഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നു? വിശാലതയിലേക്കാണ് നടത്തുന്നത്. ഇതിനകത്ത് ഒത്തിരി മർമ്മങ്ങളുണ്ട്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി മർമ്മങ്ങളുണ്ട്. ഈ മർമ്മങ്ങളൊക്കെ നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. എങ്കിലും നമ്മൾ പലരോടും ഉപദേശിക്കാറുണ്ട്, അല്ലേ? നമ്മൾ പലരോടും ക്രമം കെട്ട് നടത്തുന്നവരെ, ഉൾക്കരുത്തില്ലാത്തവരെ, നമ്മൾ ബലഹീനരെ ഒക്കെ താങ്ങാനായിട്ട് ഈ കർത്തൃമേശ കഴിയുമ്പോഴും പറയാറുണ്ട് അപ്പോസ്തലനായ പൗലോസ്. നമ്മളിതുപോലെ പല ആളുകളെയും നമ്മൾ ബലപ്പെടുത്താറുണ്ട്, പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരോടൊക്കെ ദൈവത്തിൽ വളരെ പ്രത്യാശയുള്ളവരായിട്ട് നടത്താനായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് വ്യത്യസ്തമായ രീതിയിലേക്ക് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. എന്നെ വളരെ അങ്ങ് ചിന്തിപ്പിച്ചു. ഞാൻ സഹിതമുള്ളവർ ഉപദേശിക്കുന്നവരാണ്, ഉപദേശം കൊടുക്കുന്നവരാണ് മറ്റുള്ളവരോട്. പക്ഷേ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. വായിക്കാം നമുക്ക്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ ലേഖനം 2 പത്രോസ് 2:19. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തനെ ഏതിനോട് തോൽക്കുമോ അതിനെ അടിമപ്പെട്ടിരിക്കുന്നു. അതെ, നമ്മൾ തന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ നമുക്ക് തന്നെ നാശം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കുന്നത്. അത് വാക്കുകൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, മറ്റാരും അറിയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പലതിലും എന്ത് ചെയ്യുന്നു? നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ
മറ്റുള്ളവരോട് നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോലൊരു വിശ്വസ്തൻ അല്ലെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവൻ മറ്റാരുമില്ല. പക്ഷേ അവിടെ അതിൻ്റെ രണ്ടാമത്തെ ചാൻസാണ് വളരെ, ഏതിനോട് നിങ്ങൾ തോൽക്കുന്നോ അതിനെന്ത് ചെയ്യുന്നു? അടിമപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കിയാണോ, ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുമ്പോൾ നമ്മളെന്ത് സ്വാതന്ത്ര്യരാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു? പിന്നെയും അടിമമുഖത്തിലേക്കാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? വെളിപ്പാടില്ല, ദർശനമില്ല. വെളിപ്പാടില്ലാത്ത ജനം എന്ത് ചെയ്യുന്നു? മര്യാദ കെട്ട് നടക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. കുറവുകൾ, കുറ്റങ്ങൾ ഇല്ലാത്ത വ്യക്തി ജീവിതം ഇല്ല. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം. ഞാൻ എന്തോരം തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജോലിപരത്തിലായാലും കൊള്ളാം, എൻ്റെ നടപ്പിലായാലും കൊള്ളാം, ഞാൻ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തെറ്റുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? എന്നിൽ തന്നെ ഒന്ന് മറയ്ക്കുക ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ വലിയ വാഗ്ദാനങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഇന്ന് ചെയ്യുന്ന ഏത് കാര്യമായാലും നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മളെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ദൈവം കൊണ്ട് നിർത്തും. അവിടെയാണ് ദൈവത്തിൻ്റെ ന്യായവിധിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളായിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ലതായാലും തീയതായാലും അത് വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, കല്ലും നെല്ലും പതിരും തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് ഇപ്പം നമ്മൾ എന്താണ്? ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കമുള്ളവരായി മാറണം. ഈ വചനം എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കാൻ ഇടയായിത്തീരുന്നത്. അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് അവയിൽ നിത്യജീവനുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ദിനംപ്രതി ശോധന ചെയ്ത് നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെന്തുണ്ടാകും? നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് എന്തായാലും സാക്ഷ്യമാണ് പറയുന്നത്. അപ്പോൾ ഈ തിരുവെഴുത്തുകളെ നാം ചിന്തിച്ച് ധ്യാനിക്കുമ്പോൾ ഇതിൽ കർത്താവിൻ്റെ നാമം എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുന്നു. അവിടെയാണ് കർത്താവ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് സാക്ഷ്യമായിട്ട് മാറുന്നത്. അടുത്തതായിട്ട് ഒരു വാക്യം വായിക്കാം, എഫേസ്യർ 5:17. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നറിയോ? ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതിന് താഴെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, മദ്യപിച്ച് മതോന്നതനായിട്ടൊക്കെ ജീവിക്കുന്ന വ്യക്തികൾക്കാണ്, അവർക്കാണ് ബുദ്ധിയും ഒന്നുമില്ലാതെ അവർ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമ്മൾ പരിജ്ഞാനത്തോടെ വേണം പലതിനെയും കാണേണ്ടത്, ദൈവവചനത്തെ കാണേണ്ടത്, ദൈവവചനത്തിൽ ചിന്തിക്കേണ്ടത്. ഇനി വേറൊരു കൂട്ടരുണ്ട്, ഈ വിശ്വാസ ജീവിതത്തിലുള്ളവർ തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് പ്രോവസ് 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛതയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. ഇപ്പൊ നോക്കിയോ, നമ്മൾ ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോയാൽ അത് കൂട്ടം വിട്ട് നടക്കുന്നതിൻ്റെ ഒരു തുല്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? നല്ല ഏത് കാര്യം നല്ലത് പറഞ്ഞു കൊടുത്താലും അവനത് ഇഷ്ടമല്ല. അവൻ സ്വയത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്. അതാണ് സ്വയേച്ഛ എന്ന് പറയുന്നത്. സ്വയത്തിൽ ഒരിക്കലും ആശ്രയിക്കരുത്, സ്വയത്തിൽ ഒരിക്കലും പ്രശംസിക്കരുത്. എല്ലാം ദൈവം നൽകി തന്നിരിക്കുന്ന ദാനമാണ്. അതിനെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? അതുകൊണ്ടാണ് പാസ്റ്റർ ഈട് ചെയ്ത സമയത്തും പറഞ്ഞ്, സങ്കീർത്തനം 103 പറഞ്ഞിരിക്കുന്ന കാര്യം, ദാവീദ് പറഞ്ഞതെന്താണ്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കാരണം
നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. മറ്റൊരു വ്യക്തിയുടെ എന്നെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ആൻറ്റിബയോട്ടിക്കിലാണ് നിൽക്കുന്നത്, എഴുന്നേക്കാൻ വരാതെ കിടന്ന ഞാനാണ്. അപ്പോൾ ഇതുപോലെ ഒരു മരുന്നോ മറ്റുള്ള ഇതുകൊണ്ട് നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടല്ല ദൈവം നമ്മളെ നിർത്തേണ്ടത്, നമുക്ക് വായിലൂടെ തരേണ്ടത്. എന്താണ് ഹൃദയത്തിൽ ആൻറ്റിബയോട്ടിക് എടുത്താലും ഹൃദയത്തിൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ ഇന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അത് എൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് എന്തറിയോ, എൻ്റെ ബലഹീനതയിൽ എൻ്റെ ദൈവം എനിക്ക് തുറന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാക്കുന്നവനാണ്. അതാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും കൂട്ടം വിട്ട് നടക്കരുത്. നമ്മുടെ കൂട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ഭൗതികമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ചു നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നില്ല, നിങ്ങൾക്ക് അനേക അപ്പന്മാരും അമ്മമാരും സഹോദരന്മാരും കിട്ടും. എന്ന് വെച്ചാൽ ഇവരെല്ലാം നമ്മളെ ജനിപ്പിച്ച അപ്പനും അമ്മയും അല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ആരാണ്? അപ്പനും അമ്മയും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും തന്നെയാണ്. അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായിട്ട് പറയാനിടയായിത്തീരുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന അതേ സങ്കീർത്തനത്തിൽ തന്നെ 119:71 നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നത് എനിക്ക് ഗുണമായി. അപ്പോൾ അത് ഈ വാക്യത്തെ പലരും എന്ത് പറയുന്നറിയോ? പലരും പറയും, ഈ പല ആളുകളോടും വഴക്കുണ്ടാകും, ചുമ്മാ പോയി എന്നിട്ട് വഴക്കുണ്ടാകും ഒന്നുമില്ലെങ്കിലും. എന്നിട്ട് അവരുടെ ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര കഷ്ടതയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായിലെ നാക്കിനെ ഒരല്പസമയം ഉള്ളിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം വായിക്കകത്ത് വെച്ചിട്ട് ഇറക്കരുത്, വായിക്കകത്ത് ഇട്ടിട്ട് മറ്റേ വ്യക്തിയുടെ കാര്യങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഒരല്പം നേരം കേട്ടുകൊണ്ടിരുന്നെങ്കിൽ മറുപടി പറയരുത്. അതാണ് കഷ്ടം, അതാണ് കഷ്ടം സഹിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ കഷ്ടത്തിൽ തന്നെയാണ്, എങ്കിലും യാതൊരു കഷ്ടത്തിലിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ഉള്ളവരായിരിക്കണം. അതല്ലാതെ ഈ വചനത്തെ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ പുറത്തുള്ളവരാകട്ടെ, വരുന്നവനാകട്ടെ, പോകുന്നവനാകട്ടെ, വീട്ടിലുള്ളവരാകട്ടെ, പിള്ളേരോടാകട്ടെ, ആരോടായാലും കയർത്തിട്ട് നമ്മൾ പറയുകയാണ്, ഞാൻ ഭയങ്കര പോരാട്ടത്തിലാകട്ടെ, ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ്. ഇങ്ങനെയല്ല പറയാൻ, ഇത് പറയണ്ട. ആ വചനം ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് എന്തുകൊണ്ടാണ് അത് എഴുതാൻ ഇടയായിത്തീർന്നെന്നുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരും ധ്യാനിക്കുന്നവർ തന്നെയാണ്. അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് അനുസരിച്ച് അവരുടെ ടൈം വരുമ്പോൾ അവർ പറയട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ എത്രമാത്രം നമ്മൾ ആരായുന്നോ അറിയുന്നോ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവം അതിൻ്റെ താഴത്തെ ലാസ്റ്റ് വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? നിൻ്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. എങ്ങനെ? എനിക്ക് പ്രിയമായിരിക്കുന്ന നിൻ്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? നിൻ്റെ ചട്ടങ്ങളെ ഞാൻ പ്രമാണിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരും തന്നെ മോശക്കാരനായി മാറാതെ ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.